എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും മർത്താൻ മേരി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിരുവമ്പാടിയിലെ ആദ്യകാല കുടിയേറ്റക്കാരായ പുതുപ്പറമ്പിൽ ജോസഫ് മറിയാമ്മ ദമ്പതികളുടെ 7 മക്കളിൽ 5-ാമത്തെ ആളായ സിസ്റ്റർ തെരേസ് മേരി എന്ന അന്നമ്മ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1961 കർമ്മലീത്ത സന്യാസ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനിയായിത്തീർന്നു. തൻ്റെ ശുശ്രൂഷാ മേഖലയായ അധ്യാപന രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുവാൻ സിസ്റ്ററിന് സാധിച്ചു. തൻ്റെ വിദ്യാർത്ഥികളെ മാതൃതുല്യം സ്നേഹിച്ച സിസ്റ്ററിന് അവരുടെ ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ CMC കോൺഗ്രിഗേഷൻ്റെ താമരശ്ശേരി പ്രോവിൻസിൻ്റെ അമരത്ത് നിരവധി വർഷക്കാലം അതുല്യമായ സേവനം നടത്തുവാനും സിസ്റ്ററിന് സാധിച്ചു. ഇപ്പോൾ പുഷ്പഗിരി കർമ്മലീത്ത മഠത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയും കൗൺസിലിംഗ് ശുശ്രൂഷയുമായി ദൈവരാജ്യ സേവനം നടത്തുന്ന സിസ്റ്ററിൻ്റെ ഈ സമർപ്പിത ജീവിതം നവസന്യാസിനിമാർക്ക് എന്നും ഒരു പ്രചോദനമാണ്. തെരേസ് മേരി സിസ്റ്ററിൽ നിന്ന് വിജ്ഞാനത്തോടൊപ്പം ആധ്യാത്മികമായ ചൈതന്യം കൂടി സ്വീകരിച്ചിട്ടുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഞാൻ. എൻ്റെ കെമിസ്ട്രി അധ്യാപികയായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കെമിസ്ട്രി അധ്യാപികയായിരുന്നു. അതിലുപരിയായിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികളെയൊക്കെ ജാതി മത ഭേദമന്യേ ഏറെ സ്നേഹത്തോടെ സമീപിച്ചിരുന്ന ഒരു അമ്മയുടെ പോലെ, ഒരു സഹോദരിയുടെ പോലുള്ള സമീപനത്തോടു കൂടി എല്ലാവരെയും സ്നേഹിച്ച് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപികയായിരുന്നു തെരേസ് മേരി സിസ്റ്റർ. അതോടൊപ്പം കുട്ടികളിലെ എല്ലാവിധ കഴിവുകളെയും വളർത്തിയെടുക്കാൻ വേണ്ടി സിസ്റ്റർ എന്ന് ശ്രമിച്ചു. നല്ലൊരു ഗായികയായിരുന്നു സിസ്റ്റർ. നല്ലൊരു ഹാർമോണിസ്റ്റ് കൂടി ആയിരുന്നുകൊണ്ട് കുട്ടികളുടെ ഗാന പരിശീലനത്തിനും അങ്ങനത്തെ എല്ലാം വളരെ താല്പര്യം കാണിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു തെരേസ് മേരി സിസ്റ്റർ. സിസ്റ്റർ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരുപാട് പേര് ദൈവവിളി സ്വീകരിച്ച് സിസ്റ്റർമാരായും അച്ഛന്മാരായും ജീവിതത്തിൻ്റെ മറ്റ് പല മേഖലകളിലും ഉയർന്ന നിലകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനൊരു അധ്യാപകനാകാനും പിന്നെ പ്രധാനാധ്യാപകനാകാനും ഒക്കെയുള്ള ചൈതന്യം എനിക്ക് ലഭിച്ചത് സിസ്റ്ററിൻ്റെ ക്ലാസ്സുകളിലൂടെയാണെന്നുള്ളത് കൃതജ്ഞരോടും കൂടി ഞാൻ ഓർക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സിസ്റ്ററുടെ ജീവിതത്തിൽ ഏകദേശം 30 വർഷത്തോളം അധ്യാപന ജീവിതത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. അന്നത്തെ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നത് 67-ലാണ്. അവിടെ ലീവ് എൻ്റെ പഠിപ്പിച്ച അധ്യാപകരും ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ ടീച്ചേഴ്സ് പലരും എന്നെ പഠിപ്പിച്ചവർ തന്നെയായിരുന്നു. ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് എനിക്ക് ഒരു ലീവ് വേക്കൻസിയിൽ 3 മാസത്തേക്ക് ജോലി കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തോളം പേരാവൂർ ഹൈസ്കൂളിൽ പഠിപ്പിച്ചു. പിന്നെ തിരിച്ചു വന്ന് 1968 അവിടെ എന്നെ അപ്പോയിൻ്റ് ചെയ്തു. സ്ഥിരമായിട്ട് 30 വർഷവും ആ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഇംഗ്ലീഷും ബയോളജിയും പഠിപ്പിച്ച ഒരു വിഷയത്തെക്കാൾ ഉപരിയായിട്ട് എനിക്ക് കുട്ടികളുമായിട്ട് നല്ലൊരു വ്യക്തിബന്ധത്തിൽ വരാനായിട്ട് സാധിച്ചു. എനിക്ക് ഏക ലക്ഷ്യമുണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും നല്ല ഭാവി. അതിൽ ഏറ്റവും പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ മുന്നോട്ട് വരില്ലാത്ത ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെന്ന്. അപ്പം ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നു. എനിക്ക് ആദ്യം മുതൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചർഷിപ്പും ഒക്കെ മുതിർന്ന ക്ലാസ്സിലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ആ കുട്ടികളെ ഞാൻ അക്ഷരമാല മുതൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ അക്ഷരമാല തുടങ്ങി എഴുതി പഠിപ്പിച്ച് എങ്ങനെയാണേലും 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുമ്പോൾ ഇംഗ്ലീഷിന് ഒരൊറ്റ കുട്ടി പോലും എൻ്റെ ക്ലാസ്സിൽ തോറ്റിട്ടില്ല. അങ്ങനെ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഒരു വിധം. പിന്നെ എല്ലാ കുട്ടികളിലുള്ള കഴിവുകളെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ചിലർക്ക് പാടാൻ, ചിലർക്ക് കളിക്കാൻ, അഭിനയിക്കാൻ, ഇങ്ങനെ വായിക്കാൻ, അങ്ങനെ പല വിധത്തിലുള്ള കഴിവുള്ള കുട്ടികളുണ്ട്. അവരൊക്കെ ആ നിലയിൽ പ്രോത്സാഹിപ്പിച്ച് ഇന്നവരെല്ലാവരും
ഓരോ ഉന്നത നിലയിൽ ചെന്നിട്ടുണ്ട്. അവരെന്നെ അനുസ്മരിക്കുമ്പോൾ കണ്ടുമുട്ടുമ്പോഴെല്ലാം അന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞിരുന്നല്ലോ, ആദ്യം പറഞ്ഞായിരുന്നു അധ്യാപന ജീവിതത്തിനൊക്കെ മുമ്പ് പറഞ്ഞു മിഷൻ പ്രവർത്തനങ്ങളായിരുന്നു കൂടുതൽ ഇഷ്ടം എന്ന്. അപ്പോൾ ഈ അധ്യാപന ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ മിഷൻ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യം വന്നിട്ടുണ്ടോ? മിഷൻ പ്രവർത്തനത്തിനെന്ന് പറഞ്ഞാൽ നല്ല മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് എനിക്ക് ഒരുപാട് അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രായോഗികമായിട്ട് സാധുക്കളായ കുട്ടികൾക്ക് ഇന്നത്തെ പോലെ ഉച്ചക്കഞ്ഞിയൊന്നും വന്നില്ല. അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാതെ ഈ UP വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ എല്ലാവരും ഊണ് കഴിക്കാൻ പോകുമ്പോൾ ഇവർ വരാന്തയിൽ ഇറങ്ങി നിൽക്കും. അവരുടെ നിൽപ്പ് കാണാൻ എനിക്ക് വലിയ വിഷമമായിരുന്നു. അപ്പം ഞാൻ വേറെ കുട്ടികളെ സംഘടിപ്പിച്ച് കഴിവുള്ളവരെ, എനിക്കറിയാം വീട്ടിൽ സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾ ധാരാളം ഉണ്ടായി സ്കൂളിൽ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ നിന്ന് അവരോട് പറയുക, എനിക്കും കൂടി ഒരു ഭക്ഷണപ്പൊതി കൊണ്ടുവരാമോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു 10-12-15 പേരോട് ഓരോ ദിവസവും ചോദിച്ചു വയ്ക്കും. അവർ കൊണ്ടുവരാമെന്ന് പറയും. അങ്ങനെ അധികം പേരും കൊണ്ടുവരുമ്പോൾ ഇത് സ്റ്റാഫ് റൂമിൽ കളക്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഈ വരാന്തയിൽ നിൽക്കുന്ന, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളല്ല, പഠിപ്പിക്കാത്ത കുട്ടികളും UP വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ വിളിച്ച് അവർക്ക് ഊണ് കഴിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമായിരുന്നു. അതുപോലെ ധാരാളം പിള്ളേർക്ക് യൂണിഫോം, കൊട, അത് പുസ്തകം, ബുക്ക്, ഇങ്ങനെയുള്ള ഉപയോഗ സാധനങ്ങൾ എല്ലാവരും അറിയാതെ കൊണ്ട് തന്നെ കൊടുക്കും. അതൊക്കെ ഞാനൊരു മിഷൻ ചൈതന്യത്തിൽ തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ ധാരാളം പേരെ ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ ഒരുപാട് പേര് എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അനേകരെ എനിക്ക് മിഷന് പറഞ്ഞു വിടാനായിട്ട് പറ്റിയിട്ടുണ്ട്. മിഷൻ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് ദൈവവിളിക്ക് വരുമ്പോൾ ഞാൻ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന്, മിഷൻ വേല ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് അറിയുന്ന കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല എല്ലാ കുട്ടികളെയും ഓരോരുത്തരുടെ ടാലൻ്റ് അനുസരിച്ച് അവരോട് ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് ഞാൻ 30 വർഷം പഠിപ്പിച്ച അവിടെ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള എൻ്റെ ശിഷ്യഗണങ്ങളെ കണ്ട് എനിക്ക് വളരെ സന്തോഷിച്ചിട്ടുണ്ട്. ചുമട്ട് തൊഴിലാളികളുണ്ട്, ഓട്ടോറിക്ഷക്കാരുണ്ട്, മറ്റേതെങ്കിലുമൊക്കെ കൃഷിപ്പണി ചെയ്യുന്നവരുണ്ട്, കുടുംബജീവിതം നയിച്ച് നല്ല നിലയിൽ കഴിയുന്നവരുണ്ട്. അത് മാത്രമല്ല പലതരത്തിൽ ജോലിയിൽ വിദേശത്തും സ്വദേശത്തുമായിട്ട് അവർ പോയിട്ട് സിസ്റ്റർ ഇതുപോലെ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോൾ എന്തെങ്കിലും ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞ് നല്ല തുകയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴും ആ സ്നേഹബന്ധത്തിൽ തന്നെയുണ്ട്. അത് ഞാൻ ഓർഫനേജിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുമായിരുന്നു. സിസ്റ്റർ ലൈഫിൽ അധ്യാപന ജീവിതം നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരുപാട് സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഈ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യാളുമായിട്ടുള്ള മേഖലകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വന്നത്, അപ്പോഴുള്ള പ്രവർത്തനങ്ങളും സേവനങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? 1968 തന്നെയാണ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അതേ വർഷം തന്നെ പ്രൊവിൻസിലെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യേണ്ടി വന്നു 6 വർഷത്തേക്ക്. അപ്പോൾ ഇതുപോലെ സമയവും സാഹചര്യങ്ങളും ഒന്നുമില്ല, സൗകര്യങ്ങളൊന്നുമില്ല എന്നുള്ള, ആധുനിക സജ്ജീകരണങ്ങളില്ലാത്തതുകൊണ്ട് ഓഫീസ് വർക്കുകളെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. 2 ജോലിയും കൂടെ ചെയ്യാമെന്ന് പറയുന്നത് രാത്രി ഒരിക്കലും തന്നെ ഒരു 2 മണിക്ക് മുമ്പ് ഞാൻ ഒരിക്കലും തന്നെ ഉറങ്ങിയിട്ടില്ല. അത്രേ ഓവർ വർക്ക് ചെയ്താലേ ഈ ജോലികളൊക്കെ തീരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ഈ സഭയുടെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, സിസ്റ്റേഴ്സ് തുടരെ ഒരു 12 വർഷം അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യലായിട്ടും 12 വർഷം പ്രൊവിൻഷ്യലായിട്ടും ഒക്കെ ജോലി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എല്ലാം കൈകൊണ്ട് തന്നെ എഴുതിയിട്ട് വേണമായിരുന്നു ചെയ്യാൻ. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ അങ്ങനത്തെയുള്ള സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. കോൺവെൻറ്റുകളെല്ലാം ദൂരെ. തലശ്ശേരി പ്രൊവിൻസ് എന്നാണ് അന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരൊറ്റ പ്രൊവിൻസേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആസ്ഥാനമായിട്ട് പ്രൊവിൻഷ്യൽ ഹൗസ് തിരുവമ്പാടിയായിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സിന് എന്നും ഈ യാത്രയും സ്കൂളിലെ പഠിപ്പിക്കലും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ശക്തി, അസാമാന്യമായിട്ടുള്ള ഒരു അനുഗ്രഹം ദൈവം എൻ്റെ മേലെ തന്നതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. ഒന്നും ഞാൻ എൻ്റേതായിട്ട് അഭിമാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ ഇതെല്ലാം ഒരു വിഷമവും കൂടാതെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. എല്ലാ സിസ്റ്റേഴ്സും എന്നോട് സഹകരിക്കുമായിരുന്നു. കൂടെ വന്നിരുന്ന കൗൺസിലേഴ്സായിട്ടുള്ള സിസ്റ്റേഴ്സൊക്കെ എന്നേക്കാൾ സീനിയറായിട്ടുള്ളവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ അവരെല്ലാവരും അവരുടേതായ അനുഭവങ്ങൾ പങ്കിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാനും എല്ലാം എനിക്ക് വളരെ
എളുപ്പമായി എൻ്റെ ഈ ജോലികളൊക്കെ. പ്രൊവിൻഷ്യൽ ആയിരുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, സേവനങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? പ്രൊവിൻഷ്യലായിട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനും നേതൃത്വം കൊടുക്കാവുന്ന പ്രൊവിൻസിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സിസ്റ്റേഴ്സിനെ പഠിപ്പിക്കുക, അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളുടെ വരിക, പിന്നീട് കോൺവെൻറ്റുകളൊക്കെ ആരംഭിക്കുക, ഹോസ്പിറ്റല്, സ്കൂള്, അങ്ങനത്തെ ഒന്നും നേരത്തെ ഇല്ലായിരുന്നു. അതൊക്കെ ഏതെല്ലാം സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ചും വേണ്ടതിനെക്കുറിച്ചും എല്ലാം ആലോചിക്കുകയും അതിനനുസരിച്ച് നമ്മൾ നേതൃത്വം കൊടുക്കുന്നതിനനുസരിച്ചാണ് മറ്റുള്ളവർ കാര്യങ്ങൾ നടത്തുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലുള്ളത്. അതിനുശേഷം റിട്ടയർ ആയതിനു ശേഷം ഒരു 14 വർഷം ബാലഭവനിൽ വർക്ക് ചെയ്യുന്നതായിട്ട് വന്നിട്ടുണ്ട്. അന്നത്തെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ ബാലഭവനിലേക്ക് പോകാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച് ഈ ചെറിയവരിൽ ഒരുവനെ ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തതെന്നുള്ള ആ സുശേഷവാക്യം എന്നെ ഇന്നും എൻ്റെ മനസ്സിൽ നിലനിൽക്കുമായിരുന്നു. സ്കൂളിലായിരുന്നപ്പം ഞാൻ ഈ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നിൽ ഈ തിരുവചനം എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുപോലെ ഈ 2002 ഞാൻ പ്രൊവിൻഷ്യൽ ജോലിയിൽ നിന്ന് മാറിയത്. മാറിയപ്പോൾ ഞങ്ങൾക്ക് തൊണ്ടിമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളും ഒരു ഓർഫനേജും ഉണ്ടായിരുന്നു. ഓർഫനേജ് തിരുവമ്പാടി തന്നെയായിരുന്നു, അത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. സ്കൂൾ ആദ്യമായിട്ട് ആരംഭിച്ചതാണ്. അപ്പം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിപ്പിന് ആവശ്യമുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കും ഉണ്ടായിരുന്നു. പ്രൊവിൻഷ്യൽ അല്ലെങ്കിലും ആ സ്ഥാപനത്തിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടികൾക്ക് 40-41 കുട്ടികൾ സ്ഥിരം ഇവിടെ ഞാൻ ഈ കോൺവെൻറ്റിലേക്ക് 2016 മെയ് മാസത്തിൽ പോരുന്നിടം വരെയുള്ള സമയങ്ങളിൽ എല്ലാ വർഷവും 40-ലധികം കുട്ടികൾ ബാലഭവനിലുണ്ടായിരുന്നു. ബാലഭവനിലെ കുട്ടികളെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും അവരുടെ കൂട്ടത്തിൽ ജീവിച്ചാലേ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് യഥാർത്ഥ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് സത്യത്തിൽ അവരെ സേവിക്കുന്നത് സ്നേഹിക്കുന്നതെല്ലാം വലിയ ഒരു പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. ദൂരെ പോയിട്ടൊന്നും അല്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഞാൻ നോക്കിയിരുന്ന കുട്ടികളെ പ്രത്യേകിച്ചും ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് ധാരാളം പേര് നേഴ്സുമാരുണ്ട്, ടീച്ചേഴ്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്. ഈ ബാലഭവനിൽ പഠിച്ചു പോയ കുട്ടികൾ ധാരാളം പേരുണ്ട്. അധ്യാപകരുണ്ട്, പിന്നെ ചെറിയ ചെറിയ ജോലികളുണ്ട്, വിവാഹ ജീവിതം നയിച്ച് എവിടെയെങ്കിലും സെറ്റിലായിട്ടുള്ളവരുണ്ട്. അങ്ങനെ എല്ലാവരെയും അവരുടെ ഒരു ഭാവി സുരക്ഷിതമാക്കി കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം കൂടി തമ്പുരാൻ തന്നു. അതിനാവശ്യമായിട്ടുള്ള പൈസയൊക്കെ ആരെങ്കിലും അവിടെ കാണാൻ വരുമ്പോഴൊക്കെ ഞാൻ അവരെ കണ്ട് സംസാരിച്ച്, ചിലപ്പോഴെല്ലാം അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരും. അപ്പോഴും പലരോടും ഈ കുട്ടികളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഗിഫ്റ്റായിട്ട് അവർക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്യും. നല്ല തുക തന്ന് സഹായിച്ചു, 1 ലക്ഷം രൂപ വരെയൊക്കെ തന്ന് സഹായിച്ചു. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെ പുറത്തു പോയവർ തിരിച്ചു തന്ന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ഈ കുട്ടികളുടെ, അതായത് സ്നേഹം കിട്ടാതെ ഇവർക്കിതിങ്ങനെ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും സാധനങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടുത്തിയത് കൊണ്ടൊന്നും അവരുടെ ജീവിതം സംതൃപ്തമാകുകയില്ല. മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെ ചെറുപ്പത്തിലെ തന്നെ പോന്നിരിക്കുന്നവരാണ്. അപ്പനുള്ളവരുണ്ട്, അമ്മയില്ലാത്തവരുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളിൽ സ്നേഹം കിട്ടാത്തതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആരും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ. അതിലും നമ്മൾ അവരെ കണ്ടറിഞ്ഞ് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് സഹായിച്ച് ഇത്തരം ശുശ്രൂഷകൾക്കൊപ്പം തന്നെ ഈ ധ്യാന ശുശ്രൂഷകളും കരിസ്മാറ്റിക് കൗൺസിലിംഗ് ശുശ്രൂഷകളൊക്കെ ഇതിൻ്റെ സജീവ പങ്കാളിയായിട്ട് അന്ന് തൊട്ടേ ഉണ്ടായിരുന്നതാണോ സിസ്റ്റർ? ഞാൻ 1986 അത് ഞാൻ പറയാൻ വിട്ടുപോയി. പ്രൊവിൻഷ്യലായിരുന്ന കാലത്താണ് ഞാൻ 1979 പെട്ടെന്ന് എനിക്ക് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് വന്നു. അത് വന്നതിനെ തുടർന്ന് സ്ഥിരം ഛർദി, തലകറക്കം. അവിടെ സ്കൂളിലൊക്കെ ഞാൻ തലകറങ്ങി വീണിട്ടുണ്ട്. എന്നിട്ടും അത് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തീർത്ത് മാറാൻ വേണ്ടി പല ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്, യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഈ സിസ്റ്റേഴ്സിന് എനിക്കിങ്ങനെ അധികം ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടും ഉറക്കം ശരിയാകാത്തതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞ് അവരേറെ സ്നേഹത്തോടു കൂടി എവിടെ കൊണ്ടുപോകണമെങ്കിലും അവർ മുൻകൈ എടുത്ത് എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്തു.
എല്ലാ ഡോക്ടേഴ്സും എന്നെ ഒരു വിധത്തിൽ ആ കാര്യത്തിൽ ഉപേക്ഷിച്ചു. അന്നാണ് ഞാൻ ഈ കരിസ്മാറ്റിക്കിൽ ആദ്യമായിട്ട് ഈ കാപ്പിൽ ജോസിയേട്ടനും ടീമുള്ള ഗ്രൂപ്പിൽ പോകാനും അവിടെ വെച്ച് എനിക്ക് ഒറ്റ നിമിഷത്തിൽ സുഖം കിട്ടി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഹീലിംഗ് കിട്ടി. ഒപ്പം തന്നെ ധാരാളം ദൈവാനുഗ്രഹങ്ങളും കിട്ടി. കൂടുതലായിട്ട് കൗൺസിലിങ്ങിനുള്ള ഗിഫ്റ്റും മറ്റുള്ളവരുടെ കുറിച്ച് പഠിക്കാനും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. ആ ഹീലിങ്ങോട് കൂടിയാണ് ഈ കൗൺസിലിംഗ് ശുശ്രൂഷ രംഗത്തേക്ക് വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ രോഗത്തിൻ്റെ ഈ ഹീലിങ്ങോടുകൂടിയാണ് ഞാൻ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നത്. അങ്ങനെ ആദ്യം നമ്മുടെ സിസ്റ്റേഴ്സിനെയും പിന്നെ പ്രൊഫഷണലായിരുന്ന കാലത്ത് കോൺവെൻറ്റിലൊക്കെ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ സംഘടിപ്പിക്കുക, കൗൺസിലിങ്ങിന് സിസ്റ്റേഴ്സിനെ പഠിപ്പിക്കാൻ വിടുക, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ എല്ലാ സിസ്റ്റേഴ്സിനും തന്നെ ഈ ഫീൽഡിൽ വളരെ താല്പര്യവും ഒരുപാട് പേര് അതിൽ വർക്ക് ചെയ്യുന്നവരുമുണ്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഓർഫനേജിൽ വരുമ്പോൾ പ്രൊവിൻഷ്യലായിരുന്നപ്പോഴും ഞാൻ പ്രെയർ ഗ്രൂപ്പിലൊക്കെ പോവുകയും കുറച്ച് കിട്ടുന്ന സമയത്തിന് ഇവർക്കൊക്കെ പ്രാർത്ഥിക്കുകയും അനുഭവം കിട്ടുന്നവർ വീണ്ടും മറ്റുള്ളവരോട് പറഞ്ഞ് ധാരാളം പേര് വരികയും ചെയ്യും. സമയമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ആരെയും പറഞ്ഞു വിടേണ്ടി വന്നിട്ടില്ല. അതുപോലെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഓർഫനേജിൽ എനിക്കിതിൽ വളരെ സൗകര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളെല്ലാം സ്കൂളിൽ പോകും. പിന്നെ അവിടെ ആരുമില്ല, ഞാൻ കംപ്ലീറ്റ് ഫ്രീയാണ്. ആ സമയങ്ങളിൽ ഇവർ ആവശ്യമുള്ളവർ അവിടെ തിരുവമ്പാടിയോട് അടുത്ത പ്രദേശമായതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നും കൗൺസിലിംഗ് നടത്തുമെന്നൊക്കെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവരൊക്കെ അവിടെ ഓരോ പറഞ്ഞു കേട്ട് പിന്നെ ധാരാളം പേര് വന്നാലും ഇവിടെ ഇപ്പം വരുന്നതിനേക്കാളൊക്കെ ഇരട്ടി ആളുകൾ അവിടെ ദിവസേന വരുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു സജീവമായിട്ടുള്ളൊരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിൽ അവിടെ ഈ 14 വർഷവും കഴിയാനായിട്ട് പറ്റും. ഈ കൗൺസിലിംഗ് ശുശ്രൂഷകൾ നടത്തുമ്പോൾ നമുക്കിപ്പം ഒരു എൽഡേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദേഴ്സ് അങ്ങനെ ആരെങ്കിലും സിസ്റ്റർക്ക് ജീവിതത്തിലുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് ആദ്യം മുതൽ ഈ 30 വർഷമായി ഞാൻ സജീവമായിട്ട് കരിസ്മാറ്റിക് നവീകരണത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. വലിയ തോതിൽ പുറത്തേക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ഇതുപോലെ എൻ്റെ അടുത്ത് ആര് വന്നാലും ഒക്കെ. അപ്പോൾ എനിക്ക് എൽഡറായിട്ട് ആദ്യം കിട്ടിയത് ഈ കാപ്പിൽ ജോസിയേട്ടനെയാണ്. അന്നൊന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ പിന്നെ ഇന്ന് വരെയും അദ്ദേഹം അതിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് വലിയ ശക്തിയാണ്. ദൈവം എന്തൊരു കാര്യത്തിനൊരു തീരുമാനം എടുക്കണമെങ്കിൽ ശരിയോ തെറ്റോ എന്ന് നിശ്ചയിക്കാൻ എനിക്ക് സംശയിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും പുള്ളി എല്ലാ ആവശ്യങ്ങളിലും എനിക്കൊരു അസുഖം വരുവാണെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒന്നിച്ച് കാണാറില്ല, ഫോണിൽ കൂടിയേ. അവർ വളരെ ദൂരെ അകലെ ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ നേരിട്ട് കാണാനുള്ള അവസരം കുറവാണ്. പക്ഷേ ഒരു 2 ആഴ്ചയിലൊരിക്കലെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പറയും. എന്തെങ്കിലും സന്ദേശങ്ങൾ എനിക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫോൺ വഴിയാണെങ്കിലും അറിയിക്കും. അങ്ങനെ ഒരു സജീവമായിട്ട് അവിടെ പ്രവർത്തിക്കാനായിട്ട് ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. സ്പിരിച്വൽ ഫാദറായിട്ട് അങ്ങനെ സ്പിരിച്വൽ ഫാദറായിട്ട് അവിടെ ആയിരുന്നപ്പോൾ വേറെ ആൾക്കാരായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ വികാരിച്ചിട്ടുണ്ട്. ഒരു സ്പിരിച്വൽ ഫാദർ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. സ്വന്തമായിട്ട് നമുക്കൊരു കൗൺസിലിങ്ങിന് വരുന്ന ഒരാൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റാത്തതും ഒരു തീരുമാനമെടുക്കാൻ ഒരു സിസ്റ്റർ എന്ന നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തതായ കാര്യങ്ങളൊക്കെ സംസാര വിഷയമാകാം. അപ്പോൾ നമുക്കൊരു വൈദികൻ്റെ ഹെൽപ്പ് എപ്പോഴും വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിവരം അച്ഛനോട് പറയുകയും അങ്ങനെ ഇവിടുത്തെ വികാരിയച്ഛൻ എനിക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ ഇത്രയും വർഷത്തെ ഈ കൗൺസിലിംഗ് ജീവിതത്തിൽ സിസ്റ്ററിനെ എൽഡേഴ്സായിട്ട് അങ്ങനെ വെക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെയുണ്ടല്ലോ. പരിചയപ്പെട്ട് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ എൽഡറായിട്ട് അവരാവശ്യപ്പെടുകയാണെങ്കിൽ സിസ്റ്റേഴ്സ് തന്നെ കുറേ അധികം പേരുണ്ട്. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് തന്നെ 10-16 പേര് സ്ഥിരമായിട്ട് ഇങ്ങനെ എൽഡറായിട്ട് എന്നെ എടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ പുറമേ ഉള്ള ആൾക്കാർ ധാരാളം പേരുണ്ട്. എനിക്കൊരു 10-25 പേര് ആവശ്യാനുസരണം അവർ സ്ഥിരമൊന്നും വേണ്ടല്ലോ. എൽഡർ എന്ന് പറയുമ്പോൾ സ്ഥിരമൊന്നും വേണ്ട. അവരെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയമാക്കുകയും അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചാൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും പറ്റുന്ന പോലെ സഹായിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സിസ്റ്റർ ആദ്യം പറഞ്ഞിരുന്നു
ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം തൊട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. അത്തരം അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പങ്കുവെക്കാമോ? ഞാൻ പറഞ്ഞില്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നിടം വരെയും ഈ കെർബിനച്ഛൻ എന്ന് പറയുന്ന ഞങ്ങളുടെ വികാരിയച്ഛനാണ് ആദ്യമായിട്ട് ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മളെ നയിക്കും. പരിശുദ്ധാത്മാവിനോട് സ്ഥിരമായിട്ട് ഏത് കാര്യത്തിനും വഴി നടത്തണമെന്ന് പറഞ്ഞാൽ വഴി നടത്തും. അത് ശരിയായിരിക്കും, തെറ്റായിരിക്കുകയല്ല. ആ ബോധ്യം എനിക്ക് കുഞ്ഞിലേ തുടങ്ങിയ അനുഭവത്തിലൂടെ വളർന്ന് വന്ന് ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ ശക്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ ഞാൻ ആഗ്രഹിച്ചായിരുന്നു എനിക്ക് പരിശുദ്ധാത്മാവിനോട്. അന്ന് അച്ഛൻ പറഞ്ഞു തന്ന പ്രാർത്ഥന ഞാൻ ഇന്നും ഒരിക്കലും മുടക്കാതെ ചൊല്ലുന്നുണ്ട്. അത് ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിൽ ഇന്ന് അതിനേക്കാൾ വേറെ വലിയ പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എനിക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവുമെന്ന്. അങ്ങനെ എനിക്ക് പേര് കിട്ടിയത് തന്നെ ഒരു അത്ഭുതകരമായിട്ടാണ്. ഞങ്ങൾക്ക് കോൺവെൻറ്റിൽ ചേരുമ്പോൾ വെസ്റ്റേഷൻ്റെ സമയത്ത് പുതിയ പേര് നിർദ്ദേശിച്ച് ഇങ്ങോട്ട് തരുമായിരുന്നു അന്നൊക്കെ. ഇന്ന് സ്വന്തമായിട്ട് നമുക്ക് പേര് പറയാം. അന്ന് സുപ്പീരിയേഴ്സ് നിർദ്ദേശിക്കുന്ന പേര് സ്വീകരിക്കണം. എനിക്ക് കിട്ടിയപ്പം എല്ലാവർക്കും കൊടുത്ത ഒരു പേര് കിട്ടി. എൻ്റെ പേര് തന്നപ്പോൾ അത് വലിയ ആണുങ്ങളുടെ പേരാണെന്ന് പറഞ്ഞ് അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞു, ഇത് വേണ്ട, ഈ സിസ്റ്റേഴ്സിന് വിളിക്കാൻ പറ്റുന്നതിനെ കൊണ്ട് പേര് കൊടുക്കാൻ പറഞ്ഞു. കടിച്ചാൽ പൊട്ടാത്ത പേരൊക്കെയാണോ സിസ്റ്റേഴ്സിന് കൊടുക്കുന്നതെന്ന് ജനറാളമ്മയോട് ചോദിച്ചപ്പോൾ മദർ എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്കിഷ്ടമുള്ളൊരു പേര് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ആരുടെ സംരക്ഷണയിലാണ് നമ്മൾ വളരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും പറയാം കൂടെ. അപ്പം എനിക്ക് വലിയ സന്തോഷമായി. മറ്റുള്ളവർക്കെല്ലാം കൊടുത്ത പേര് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പരിശുദ്ധാരൂപിയുടെ സിസ്റ്റർ തെരേസ് മേരി എന്ന് കിട്ടണം. കൊച്ചു ത്രേസ്യാപ്പുണ്ണിയുടെയും പേര് വേണം, മാതാവിൻ്റെയും വേണം. അതുപോലെ പരിശുദ്ധാത്മാവാണ് എന്നെ വഴി നടന്നത്. അതുകൊണ്ട് പരിശുദ്ധാരൂപിയുടെ സിസ്റ്റർ തെരേസ് മേരി എന്ന് തിന്നാൽ എനിക്കിഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും അത് ഇഷ്ടമായി. അച്ഛനും ഇഷ്ടമായി, മദറിനും ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ആ പേര് കിട്ടി. സ്വന്തമായിട്ട് അങ്ങനെ കിട്ടി. അതുകൊണ്ട് അന്ന് മുതലും പിന്നീട് ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നപ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ ഒത്തിരി ഒരു വ്യക്തിയെ പോലെ, വെറുതെ ഒരു ഭാവനയൊന്നുമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പോലെ വന്നു നിന്ന് സഹായിക്കും. പല കാലഘട്ടങ്ങളിലായി ദീർഘകാലം ഞങ്ങളുടെ പ്രൊവിൻഷ്യാളമ്മയായിരുന്നു സിസ്റ്റർ തെരേസ് മേരി. അതുപോലെ തന്നെ തിരുവമ്പാടി ഹൈസ്കൂളിൽ നല്ലൊരു അധ്യാപികയും കൂടിയായിരുന്നു. നല്ല അധ്യാപികയ്ക്കുള്ള അവാർഡ് സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്നും വിരമിച്ച ശേഷം പ്രധാനമായും ബാലഭവനിലെ കുട്ടികൾക്ക് വേണ്ടി ജീവിതം വിരിഞ്ഞു വയ്ക്കുകയായിരുന്നു. പ്രാർത്ഥനാ ശുശ്രൂഷ പോലെ തന്നെ സിസ്റ്റർ നടത്തുന്ന മറ്റൊരു ശുശ്രൂഷയാണ് കൗൺസിലിങ്. ധാരാളം വ്യക്തികൾ കോൺവെൻറ്റിൽ വന്ന് കൗൺസിലിങ്ങിനായിട്ട് സിസ്റ്ററിൻ്റെ സഹായം ചോദിച്ചിട്ടുണ്ട്. തകർന്ന കുടുംബങ്ങൾ സിസ്റ്ററിൻ്റെ കൗൺസിലിംഗ് വഴി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മദ്യപാനത്തിന് അടിമകളായിട്ടുള്ള വ്യക്തികൾ അതിൽ നിന്നും പിന്തിരിയുവാനും അതിടയാക്കിയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒരുപാട് സംരക്ഷണങ്ങളും ശുശ്രൂഷകളും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു പ്രായത്തിലെത്തി നിൽക്കുമ്പോൾ പുഷ്പഗിരി ഇടവകയിൽ വന്നിട്ട് പ്രാർത്ഥനാ ശുശ്രൂഷ ചെയ്തു വരികയാണ്. അപ്പോൾ ഇപ്പോൾ സിസ്റ്റർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ തന്നെ അതൊരു റെസ്റ്റിന് വേണ്ടിയിട്ട് ഇത്ര കാലം കഠിനാധ്വാനം ചെയ്ത് ഇപ്പം പല വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ട്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് വേറൊന്നും ചെയ്യണ്ട, ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോഴെനിക്ക് വലിയ സന്തോഷമായി. ഇവിടെ എൻ്റെ എൽഡർ തന്നെ പറഞ്ഞു, ഇവിടുത്തെ അച്ഛൻ എന്നെ വളർത്തിക്കോളും, നല്ലൊരു അച്ഛനാണ്, ആധ്യാത്മികമായിട്ട് സഹായിച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് ദൈവത്തിന് മുന്നേ കൂട്ടിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പുഷ്പഗിരിക്ക് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തില്ല. എവിടെയും സുപ്പീരിയേഴ്സ് വിടുന്നിടത്ത് പോകാനാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എടുത്തിരിക്കുന്നത്
എനിക്ക് മിഷൻ പ്രവർത്തനത്തിനൊന്നും പോകാൻ പറ്റിയില്ലല്ലോ. ഇപ്പോഴേ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ മിഷൻ പ്രവർത്തനം ഞാൻ ഇവിടെ നടത്തുന്നതാണെന്ന്. കാരണം ഈ നായിക്കമ്പറമ്പിലച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ പറയാറുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഏറ്റവും ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ലോകം മുഴുവന് വേണ്ടിയിട്ടും വിവിധ ആവശ്യങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഒപ്പമായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും സ്വന്തം ഇടവകയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പല സ്ഥലങ്ങളിൽ ഇന്നുള്ളിടത്തോളം മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമുള്ളൊരു കാലഘട്ടം അടുത്തെങ്ങും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയം ഞാനൊരു പ്രത്യേക ടൈം ടേബിൾ കണക്കാക്കി അതിനനുസരിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ ഭക്താനുഷ്ഠാനങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് 2 മണിക്കൂറെങ്കിലും ആരാധന നടത്തും. പിന്നെ പേഴ്സണൽ പ്രെയർ. പിന്നെ എനിക്ക് നേരത്തെ തന്നെ കുഞ്ഞിലേ തന്നെയുള്ള ആഗ്രഹമായിരുന്നു വായിക്കാൻ. എൻ്റെ ധാരാളം പുസ്തകങ്ങൾ എൻ്റെ മുറിയിലുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം എടുത്ത് വായിക്കും. പിന്നെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഇടവകൾക്കും അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും ഈ പ്രദേശത്തുള്ള ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമല്ല എല്ലാ നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ ദൈവകൃപയാൽ ഇവിടെ രോഗികളായിട്ട് വരുന്നവർ പലരും പെട്ടെന്ന് തന്നെ സൗഖ്യം പ്രാപിച്ചു പോകുന്നു. അതുകൊണ്ട് അവർ അത് തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെയാണ്. അപ്പം അവർ പറഞ്ഞിട്ട് അല്ലാതെ എന്നെ ഈ പുഷ്പഗിരിയിൽ ആർക്കും പരിചയമില്ല. എനിക്കിവിടെ ആൾക്കാരെ ഒന്നും തന്നെ പരിചയമില്ല. കാരണം ഞാൻ ഈ തിരുവമ്പാടി വിട്ട് എവിടെയും പോകാത്ത കാരണം അത് കഴിഞ്ഞിട്ടുള്ളത് തൊണ്ടിമേൽ മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്തൊന്നും എനിക്ക് ആരെയും അറിയില്ല. അത് അങ്ങനെ ഇവിടെ യൂത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കുറേ പേരെങ്കിലും കുമ്പസാരം കുർബാനയൊക്കെ മുടക്കി നടക്കുന്നവർ അവർ ഇവിടുത്തെ സിസ്റ്റേഴ്സ് ഭവന സന്ദർശനം നടത്തുമ്പോൾ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ അറിയാം ഏതൊക്കെ വീട്ടിലാണ് സന്ധ്യാപ്രാർത്ഥനയില്ല, കുമ്പസാരം കുർബാനയില്ല, യുവജനങ്ങൾ പള്ളിയിലെ തന്നെ വരാത്തവർ, കുമ്പസാരിക്കാത്തവർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ വരുമ്പോൾ പറയുമ്പോൾ ഞങ്ങളത് എടുത്ത് ഞാനും എൻ്റെ ഒപ്പം വേറൊരു സിസ്റ്ററും കൂടി ഉണ്ട്. ഇപ്പം ഞങ്ങൾ ആദ്യം 3 പേരുണ്ടായിരുന്നു ഇവിടെ. ഒരാളിപ്പം തിരിച്ചുപോയി, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വന്നവർ. അപ്പം ഞങ്ങൾ അവരുടെ പേര് വെച്ചിട്ടും വിവരങ്ങൾ അറിയുമ്പോൾ അത് വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുറേ അധികം പേരിവിടെ വന്ന് കുമ്പസാരിക്കാനും ചെറുപ്പത്തിലെ പഠിച്ച കാര്യങ്ങളല്ലാതെ തുടർന്ന് ജീവിതത്തിൽ ശരിയായിട്ട് എങ്ങനെയാണ് ഒരു കുമ്പസാരം നടത്തേണ്ടതെന്ന് പോലും അറിയത്തില്ലാഞ്ഞിട്ടാണ് അധികം യുവജനങ്ങളും ഈ കുമ്പസാരമൊക്കെ ഉപേക്ഷിക്കുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ അത് കുറേ പേരെ അങ്ങനെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ വികാരിച്ചനാണെങ്കിൽ ആർക്കെങ്കിലും ഏത് സമയത്തെങ്കിലും കുമ്പസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ പറഞ്ഞു വിട്ടാൽ അവർ ചെല്ലുമ്പോൾ അച്ഛൻ അതിന് സന്നദ്ധത കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ പ്രോത്സാഹനമാണ്. സിസ്റ്റർ ഇന്ന് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥനാ ശുശ്രൂഷയെ പറ്റിയും ജീവിതത്തിലെ വിവിധ അനുഭവങ്ങളെ പറ്റിയും സേവനങ്ങളെ പറ്റിയും എല്ലാം ഞങ്ങളോട് പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി പറയുന്നു. സിസ്റ്റർ മുന്നോട്ടുള്ള സിസ്റ്ററുടെ ജീവിതത്തിലെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താമരശ്ശേരി CMC പ്രൊവിൻസിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യാളും ഒക്കെ ആയിട്ട് ദീർഘകാലമായി സേവനം ചെയ്തു വന്നിരുന്ന സിസ്റ്റർ തെരേസ് മേരി ആയിരുന്നു നമ്മോട് കൂടി ഉണ്ടായിരുന്നത്. സിസ്റ്റർ തെരേസ് മേരിയുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ ഇതുവരെ പങ്കുവച്ചത്. വീണ്ടും അടുത്തയാഴ്ച പുതിയൊരു ജീവിതാനുഭവമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.